ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സുദീപ്സ് ഇംഗ്ലീഷ് കൗൺസിൽ. ഇന്ന് നമ്മൾ നമ്മുടെ ഈ ഒരു പ്രപ്പോസിഷൻ സെഷനിലെ ലാസ്റ്റ് ക്ലാസ് ആണിത്. ഫ്രം എന്നുള്ള പ്രപ്പോസിഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ എളുപ്പമുള്ള, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമുള്ള ഒരു പ്രപ്പോസിഷൻസ് ആണ്. അതാണ് ഫ്രമിന്റെ പ്രത്യേകത. പക്ഷേ ഫ്രമിന്റെ ഉപയോഗങ്ങൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് ചില 3 യൂസേജുകൾ മാത്രമേ ഈ ഫ്രമിനുള്ളൂ. ഓക്കെ, സോ കഴിഞ്ഞ പ്രപ്പോസിഷൻസ് പോലെ വലിയ പാടുള്ള ഡിഫിക്കൽട്ടിയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളതൊന്നുമല്ല. ഏതായാലും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രമിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിപ്പോകാം. ആദ്യമായിട്ട് ഫ്രമിന്റെ ഒരു മെയിൻ ബേസിക് യൂസേജ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. പേര് പറഞ്ഞ പോലെ സിമ്പിൾ അല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ്. വേറെ ഒന്നുമില്ല, എവിടെ നിന്നാണ് ഒരു സംഭവം തുടങ്ങുന്നത് അത് പറയണമെങ്കിൽ നമുക്ക് ഈ ഫ്രം തന്നെ വേണം. സ്റ്റാർട്ടിംഗ് പോയിന്റ്, സ്റ്റാർട്ടിംഗ്, തുടക്കം. ഏതൊരു കാര്യം, എന്തൊരു സംരംഭം ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് തുടങ്ങുന്നത് എവിടെ നിന്നാണോ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ വാക്ക് വേണം. എക്സാമ്പിൾ, ടിക്കറ്റ്സ്. എന്തെങ്കിലും ടിക്കറ്റ് ആയിക്കോട്ടെ, മൂവിയുടെ ടിക്കറ്റോ ഒരു കൺസർട്ടിന്റെ ടിക്കറ്റോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു ടിക്കറ്റ്, അത് വിൽപ്പനയ്ക്കുണ്ട്. ആർ ഓൺ സെയിൽ. ആർ ഓൺ സെയിൽ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് വിൽപ്പനയ്ക്കുണ്ട് തിങ്കളാഴ്ച മുതൽ. ഫ്രം മൺഡേ എന്ന് തൊട്ടാണ് ടിക്കറ്റ്സ് ഉള്ളത്. ഫ്രം മൺഡേ, തിങ്കളാഴ്ച മുതലാണ് നമുക്ക് ടിക്കറ്റ്സ് വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നത്. ഫ്രം മൺഡേ, തിങ്കൾ മുതൽ. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് ദിവസമാണ് മൺഡേ. ഏത് ദിവസം തൊട്ടാണ് ടിക്കറ്റ് വിൽക്കുന്നത്? തിങ്കളാഴ്ച മുതൽ, തിങ്കളാഴ്ച തൊട്ട്. അപ്പം ഏത് ദിവസം തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഈ ടിക്കറ്റ് വിൽപ്പന സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തിങ്കളാഴ്ച. അപ്പം അത് സൂചിപ്പിക്കാൻ വേണ്ടി ഫ്രം മൺഡേ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് നമുക്കതിൽ നിന്ന് മനസ്സിലാകും തിങ്കളാഴ്ച മുതലാണ്, തിങ്കളാഴ്ച തൊട്ടാണ് വിൽപ്പന നടക്കുന്നതെന്ന്. അടുത്തതാണ് പ്രൈസസ് സ്റ്റാർട്ട് ഫ്രം ₹1000. പ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിന്റെ വില ആയിക്കോട്ടെ. നമ്മളൊരു പുതിയ കട തുടങ്ങി, അതിന്റെ സാധനങ്ങളുടെ വില എത്ര രൂപ തൊട്ടാണ് ഈ വില തുടങ്ങുന്നത്? 1000 രൂപ മുതൽ, 1000 രൂപ തൊട്ട്. അപ്പം ഫ്രം ₹1000 എന്നാണ് ഞാൻ പറഞ്ഞത്, 1000 രൂപ മുതൽ. അപ്പൊ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ തുടക്കം പറയാൻ വേണ്ടി, ഇന്ന തീയതി തൊട്ടാണെന്ന് പറയാനാണെങ്കിലും ഫ്രം മൺഡേ പോലെ ഉപയോഗിക്കാം. ഇന്ന പ്രൈസ് തൊട്ടാണെന്നാണെങ്കിൽ ഫ്രം ₹1000 എന്ന് പറയാം. അപ്പം എന്തെങ്കിലും ഒരു സാധനത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയാൻ വേണ്ടി നമ്മൾ മുതൽ എന്നുള്ള രീതിയിൽ ഫ്രം ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഫ്രമിന്റെ ബേസിക് യൂസേജ്. ഓക്കെ, രണ്ടാമത്തെ കാര്യമാണ് ഒറിജിൻ. ഒരു കാര്യം, ഇതുമായിട്ട് ബന്ധമുണ്ട്. ഒരു കാര്യം തുടങ്ങുന്ന എവിടെ തന്നെയാണ്, പക്ഷെ അത് ചിലപ്പോൾ വാസസ്ഥലമാകാം, നമ്മൾ വരുന്നത് എവിടെ നിന്നാണെന്നായിരിക്കാം. നമ്മളുടെ ഒരു സാധനം ജനിക്കുന്നത് അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് ഫോം ചെയ്തത്, ഉണ്ടായത് എവിടെ നിന്നാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഒറിജിൻ ബേസ് പറയാൻ വേണ്ടി നമ്മൾ പറയുന്നത് ഇങ്ങനെ. നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ ഒരാളോട് ഞാൻ കേരളത്തിൽ നിന്നുള്ള ആളാണ്, ഞാനൊരു മലയാളിയാണെന്നൊക്കെ പറയുമ്പോൾ ഐ ആം ഫ്രം കേരള എന്നാണ് നമ്മൾ പറയുന്നത്. ഐ ആം ഫ്രം കേരള. അപ്പം ഞാൻ കേരളത്തിലാണ്, എൻ്റെ ജനനസ്ഥലം, ഞാൻ ജനിച്ചത് കേരളത്തിലാണ്, അങ്ങനെ പറയുന്ന ഒറിജിൻ പറയുന്ന ഒരു വാക്കും കൂടെയാണ് ഫ്രം. അനഘ കംസ് ഫ്രം ഡൽഹി. അനഘ ഡൽഹിയിൽ നിന്ന് വന്നയാളാണ്. ഫ്രം ഡൽഹി, ഡൽഹിയിൽ നിന്ന് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഫ്രം ഡൽഹി എന്നാണ് പറയുന്നത്. അപ്പം ഡൽഹിയാണ് ആ സ്ഥലത്ത്, ഒറിജിൻ സ്ഥലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, വുഡ് യു ഗെറ്റ് മീ എ നൈഫ് ഫ്രം ദി ഡ്രോവർ. വുഡ് യു ഗെറ്റ് മീ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊളൈറ്റ് ആയിട്ട് നമ്മൾ പെർമിഷൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് വുഡ് യു, ദയവായിട്ട് എന്ന്. ഗെറ്റ് മീ, എടുത്തു തരാവോ, എനിക്ക് എടുത്തു തരാമോ. എന്താണ്? കത്തി, എ നൈഫ്, ഒരു കത്തി. ഫ്രം ദി ഡ്രോവർ, ഡ്രോവറിൽ നിന്ന്. അപ്പൊ ഡ്രോവറിൽ നിന്ന് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഫ്രം ദ ഡ്രോവർ എന്നാണ്. ഇവിടെ ദാറ്റ് ഡ്രോവർ എന്നാണ് എന്ന് പറഞ്ഞാൽ ആ ഡ്രോവറിൽ നിന്ന്, ഒരു ഇന്ന ഡ്രോവർ നമ്മൾ ചൂണ്ടിക്കാണിക്കുക, ഫ്രം ദാറ്റ് ഡ്രോവർ. അപ്പൊ ഫ്രം ആണ് ആ ഡ്രോവറിൽ നിന്ന് എന്ന് പറയാൻ വേണ്ടി. അപ്പം ആ കത്തിയുള്ള സ്ഥലം ഡ്രോവറാണ്. ആ കത്തിയുള്ള സ്ഥലം പറയാൻ വേണ്ടി നമ്മൾ ഫ്രം ദാറ്റ് ഡ്രോവർ എന്നാണ് പറയുന്നത്. അപ്പൊ ഒറിജിൻ, ഏതെങ്കിലും ഒരു സാധനമോ ഒരാളോ അയാളുടെ ഒറിജിനൽ സ്ഥലമോ അല്ലെങ്കിൽ ഒരു സാധനം ഇരിക്കുന്ന സ്ഥലമോ പറയാൻ വേണ്ടി അതിന്റെ ഫ്രം ഉപയോഗിക്കാം. ഓക്കെ, ഇനി അതിന്റെ ഏറ്റവും മൂന്നാമത്തെ ഉപയോഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. തുടക്കം മുതൽ അവസാനം വരെ എന്നുള്ളൊരു റേഞ്ച് പറയാൻ വേണ്ടി, ഒരു കാലയളവ് പറയാൻ വേണ്ടി, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ എന്ന് നമ്മൾ പറയില്ലേ. അപ്പം ഇന്ന സമയം തൊട്ടെന്ന് പറയുന്ന വാക്ക് ഫ്രം ആണ്. വരെ എന്ന് പറയുന്നത് ടു ആണ്. നമ്മൾ ടൂവിന്റെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പം ഈ രണ്ട് പ്രപ്പോസിഷന്റെ ക്ലാസ്സിൽ ഇത് വരും, കാരണം ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്ന വാക്കുകളായതുകൊണ്ട്. ടു ടോക്ക് അബൌട്ട് റേഞ്ച്, നിന്ന്, ഇത്ര സമയം നിന്ന്, ഇത്ര സമയം തൊട്ട്, ഇത്ര സമയം വരെ. ദ റിവർ ഫ്ലോസ് ഫ്രം കേരള ടു തമിഴ്നാടു. റിവർ ഫ്ലോസ്, ആ നദി ഒഴുകുന്നത്. ഫ്രം കേരള, കേരളത്തിൽ നിന്ന്. ഫ്രം കേരള, കേരളത്തിൽ നിന്ന്
ടു തമിഴ്നാടു, തമിഴ്നാടു വരെ. അപ്പൊ ഫ്രം നിന്ന് ടു വരെ. ഫ്രം കേരള ടു തമിഴ്നാടു, കേരളത്തിൽ നിന്ന് തമിഴ്നാട് വരെ. ഐ ഹാവ് ട്യൂഷൻ, എനിക്ക് ട്യൂഷൻ ഉണ്ട്. ഫ്രം മൺഡേ, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ടു ഫ്രൈഡേ. ഓക്കെ, അപ്പം ക്ലിയർ അല്ലേ? അപ്പൊ ഫ്രമും ടൂവും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് നമ്മൾ ഇപ്പം നോക്കിയത്. ഇനി പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുവാണെങ്കിൽ ഹി ഈസ് സഫറിങ് ഫ്രം ഫീവർ, അവന് പനിയാണ്, അല്ലെങ്കിൽ പനി ഇപ്പോൾ ഓൾറെഡി നമുക്ക് പനിയുണ്ട്, അത് തുടർച്ചയായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ പറയുന്നത് സഫറിങ്, ഹി ഈസ് സഫറിങ് ഫ്രം ഫീവർ, ഐ എം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക് എന്ന്. അപ്പൊ എന്തിൽ നിന്ന്, ഇവിടെ നിന്നാണ്, ഫിവറിൽ നിന്ന്, ഫ്രം ഫിവർ. ഓക്കെ, അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ തുടക്ക പോയിന്റ് പറയാൻ വേണ്ടി ഫ്രം മൺഡേ, തിങ്കളാഴ്ച മുതൽ എന്ന് പറയാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. ഒരു സ്ഥലത്തിന്റെ ഒറിജിൻ പറയാൻ വേണ്ടി ഫ്രം ഡൽഹി, ഡൽഹിയിൽ നിന്ന്. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒറിജിനൽ സ്ഥലം, അല്ലെങ്കിൽ ഇത് തുടങ്ങുന്നത് എവിടെയാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്, എന്ത് കാരണമാണ് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഫ്രം ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഫ്രമിന്റെ നോർമൽ യൂസേജ് വരുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു ഒറിജിൻ, പിന്നെ ഫ്രം ടുവിന്റെ ഇന്ന തൊട്ട് ഇന്ന വരെ എന്ന് പറയുന്ന യൂസേജ്, പിന്നെ അസുഖങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ പറയാം. ഓക്കെ, ഏതായാലും നമുക്കിനി അടുത്ത പ്രൊപ്പോസിഷനായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഏതായാലും ഈ പ്രൊപ്പോസിഷൻസിന്റെ ഓരോ ക്ലാസ് കാണുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുക. പ്രൊപ്പോസിഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും റിവൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴും എടുത്ത് ഡയറക്റ്റ് ഉപയോഗിക്കാവുന്ന, എല്ലാത്തിനോടും ഒരുപോലെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. സോ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So wish you all the very best. Thank you.